ലാഗ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് ഉള്ളായിരുന്നു. കുറച്ചുറങ്ങി ഫസ്റ്റ് ഹാഫ്. തോന്നത്തൊക്കെ ഒന്നുമില്ല. നല്ല പടമാണ്, നല്ല പ്രൊഡക്ഷൻ അടിപൊളിയാണ്, നല്ല മേക്കിംഗ് ആണ്, ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതുകൊണ്ട് നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല രീതിയിൽ നമ്മൾ എൻഗേജ് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് ആണ്, 3 പേരുടെ പെർഫോമൻസ് പീക്ക് ലെവൽ. താങ്ക് യു. നല്ല പടം, നല്ല സിനിമയായിരുന്നു, ഗംഭീരമായിരുന്നു. മമ്മൂട്ടി ഭയങ്കരമായ ആക്ടിങ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു 3 പേരെ വെച്ച് ഇങ്ങനെ ഒരു സിനിമ എടുക്കുക എന്നുള്ള വലിയ തൻ്റെ ഇടമാണ്. പ്രത്യേകിച്ച് രാഹുൽ സദാശിവനെ പോലുള്ള ആളുടെ നല്ല ഡയറക്ഷൻ. അങ്ങനെയൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. 3 പേര് വെച്ച് ചെയ്തു, ഗംഭീരമായി ചെയ്തു എന്നാണ് നമ്മുടെ അഭിപ്രായം. നെഗറ്റീവ് വേറെ ആർക്കെങ്കിലും തോന്നുമായിരിക്കും. വളരെ പോസിറ്റീവായിട്ടാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലൊരു നടൻ ഇത്രയും ഇങ്ങനൊരു റോൾ, നെഗറ്റീവ് ഷെയ്ഡുള്ള റോള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗുണ്ട്, സെക്കൻഡ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ നല്ല മേക്കിംഗ് ലെവലാണ്, നല്ല രീതിക്ക് കണ്ടുകൊണ്ടിരിക്കുക. സെക്കൻഡ് ഹാഫ് അല്ല സെക്കൻഡ് പാർട്ട് വന്നാൽ നന്നായിരിക്കും. നല്ല സിനിമ, നല്ല കഥ തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് ഇതുപോലെ ബോറായി, പിന്നെ സെക്കൻഡ് ഹാഫ് തൊട്ട് അടിപൊളിയായിട്ട്. മേക്കിംഗ് അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു. എന്നുവെച്ചാൽ നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി സാധനം. ഇപ്പോൾ ഏകദേശം ഈ വാലിബൻ ഇത് ഒരേ സമയത്താണല്ലോ ഇറങ്ങി. ഏകദേശം ഒരു ഫോക്ക് ലോർ ആ ഒരു രീതിയിലാണ് എടുക്കുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ നല്ലപോലെ എക്സിക്യൂട്ട് ചെയ്ത പോലെ തോന്നി. ഒരു മുത്തശ്ശി കഥ, അതിന് നല്ല സ്റ്റാൻഡേർഡായിട്ട് എടുത്ത ഒരു ഇതാണ്. പടം ലാഗായിട്ടൊന്നുമില്ല, അത്യാവശ്യം നല്ല നല്ലപോലെ എക്സിക്യൂട്ട് ചെയ്തു, നല്ല പാക്ഡ് ആയിരുന്നു. ഈ സാച്ചുറേഷൻ കുറച്ച് പിടിച്ചതും അത് ആ ഒരു മേക്കിങ്ങിൻ്റെ നല്ലതാണ്, വേറൊന്നുമില്ല. നല്ല പടം, എല്ലാവരും കാണണ്ടേ.